ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നടന്നുകൊണ്ട് വീഡിയോ ഒന്ന് മാറ്റി ഇന്ന് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് UK പുതിയ ബഡ്ജറ്റ് വന്നു എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ അതിൻ്റെ NHSനുള്ള ഫണ്ടുകൾ ഒരു 22 ബില്യൺ പൗണ്ട്സ് അത്രയുള്ള ഫണ്ടിങ് വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ എന്താ പറയുക NHS റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ NHS റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുമോ ഇല്ലയോ ഇനി ബൾക്കായിട്ട്, അതായത് NHS റിക്രൂട്ട്മെൻറ്റ് ഇല്ല നിർത്തിയെന്നല്ല നമ്മൾ പറയുന്നത്, അത് ചെറിയൊരു തോതിലേക്ക് മാറിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെ OET കഴിഞ്ഞു നമ്മൾ പെട്ടെന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നു, UK രജിസ്റ്റേഡ് നേഴ്സായി എത്തുന്നു, നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുന്നു, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ബഡ്ജറ്റ് വന്നെങ്കിലും NHSനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ. എൻഹാൻസ് ഇൻ ദ സെൻസ് മീൻസ്, അതായത് നമുക്ക് NHSലെ നിലവിലുള്ള സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ NHSൻ്റെ പ്രവർത്തനം മികവുറ്റതാക്കാം എന്നുള്ളതാണ് പുതിയ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. അത് 2 വർഷത്തേക്കുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ ആ ഒരു പ്ലാൻ റൺ. അപ്പോൾ അതിനകത്തേക്ക് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു ഗവൺമെൻറ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം ഇത് ലേബർ ഗവൺമെൻറ് ആണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന എന്താ പറയുക ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരൊരിക്കലും പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ജോലിയും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിലുള്ളൊരു കാര്യമല്ല.